നമ്മളെ നമസ്തേ. നമ്മളെ ടെൻസ് എല്ലാം പറയും. ആദ്യം സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇത് സാധാരണയായി ചെയ്യുന്ന കാര്യങ്ങള്, ശീലങ്ങള് നമ്മൾ പറയുന്ന അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ശാശ്വതമായ സത്യങ്ങൾ എന്നിവ പറയാൻ ഈ ടെൻസ് ഉപയോഗിക്കും. ഒരു പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഇത് സൂചിപ്പിക്കുന്നില്ല. ഓക്കെ, ഒരു പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഇത് സൂചിപ്പിക്കുന്നില്ല. He drinks coffee every morning. അപ്പോ ആ സബ്ജക്റ്റ് പ്ലസ് വെർബാണ്. ആ വെർബ് എസും ഇഎസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഹി ഡ്രിങ്ക്സ് കോഫി, ഹി വാക്സ് എവറി ഡേ. രണ്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും നടക്കാറുണ്ട്, അവൻ എല്ലാ രാവിലെയും കാപ്പി കുടിക്കാറുണ്ട്. ഓ, സബ്ജക്റ്റ് പ്ലസ് വെർബ്, ആ വെർബില് എസും ഇഎസും ചേരും. അതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. സാധാരണ ചെയ്യുന്ന കാര്യങ്ങള്, ശീലങ്ങള്, അല്ലെങ്കിൽ ശാശ്വതമായ സത്യങ്ങൾ എന്നിവ പറയാനായി ടെൻസ് ഉപയോഗിക്കുന്നത്. ഒരു പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഇത് സൂചിപ്പിക്കും. അടുത്തത് നമ്മൾ പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോ സംസാരിക്കുന്ന ഈ നിമിഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ പറയുന്നത് അവൻ ഇപ്പോൾ നടക്കുകയാണ്, അവൻ ഇപ്പോൾ കാപ്പി കുടിക്കുകയാണ്. ഈ വാക്യത്തിനർത്ഥം കാപ്പി കുടിക്കുന്ന പ്രവൃത്തി ഈ നിമിഷം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്, അല്ലെ? ഈ നിമിഷം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മള് he is drinking coffee right now. സബ്ജക്റ്റ് he ആണ്, ആം ഈസ് ആറ്, ആ വെർബിന്റെ കൂടെ ing കൂടെ കാണും, അല്ലെ? അപ്പൊ സംസാരിക്കുന്ന നിമിഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയാൻ ഈ ടെൻസ് ഉപയോഗിക്കുന്നു. അവൻ ഇപ്പോൾ കാപ്പി കുടിക്കുകയാണ്, അവൻ ഇപ്പോൾ നടക്കുകയാണ്. He is drinking coffee right now. He is walking now. സബ്ജക്റ്റ് ആ വെർബിൽ ആമ ഈസ് ആറ്, വെർബിന്റെ കൂടെ ing കൂടെ വരും. അപ്പൊ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പറഞ്ഞു. ഇനി നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് വരിക. ഇവിടെ സബ്ജക്റ്റ് ഹാസോ ഹാവോ വരും. അത് കഴിഞ്ഞ് ആ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അങ്ങനെ പി എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് വരുന്നത്. അതാണ് വോക്ഡ് എന്ന് പറഞ്ഞത്, അല്ലെ? ഹാസ് ട്രങ്ക് എന്ന് പറഞ്ഞു, ട്രിങ്ക് എന്നല്ല പറഞ്ഞു, ട്രങ്ക്. അത് വോക്ക് എന്നല്ല പറഞ്ഞു, വോക്ഡ് എന്നാണ്. അപ്പൊ കഴിഞ്ഞ കാലത്ത് തുടങ്ങിയതും എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ ഈ ടെൻസ് ഉപയോഗിക്കുന്നു. ആ പ്രവൃത്തിയുടെ കൃത്യമായ സമയം പ്രധാനമല്ല, പ്രവൃത്തിയുടെ ഫലത്തിലാണ് ഇതിന്റെ ശ്രദ്ധ. അവൻ കാപ്പി കുടിച്ചിട്ടുണ്ട്, അവൻ 5 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. He has walked 5 kilometers. He has drunk coffee. ഇപ്പോൾ അത് എപ്പോൾ കുടിച്ചു എന്ന് ഇവിടെ പറയുന്നത്. അപ്പോ കഴിഞ്ഞ കാലത്ത് തുടങ്ങിയതാകാം, എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ ഇത് ഉപയോഗിക്കുന്നു. ആ പ്രവൃത്തിയുടെ കൃത്യമായ സമയം പ്രധാനമല്ല, പ്രവൃത്തിയുടെ ഫലത്തിലാണ് ഇതിന്റെ ശ്രദ്ധ. അവൻ കാപ്പി കുടിച്ചിട്ടുണ്ട്, അവൻ 5 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. He has drunk coffee. He has walked 5 kilometers. സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ്. ആ വെർബ് എന്ന് പറയുന്നത് പി ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വാക്ഡ്, അതെപ്പോൾ കുടിച്ചു എന്ന് ഇവിടെ പറയുന്നു.
നമുക്ക് അടുത്ത് നോക്കാം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. കഴിഞ്ഞ കാലത്ത് തുടങ്ങിയതും ഇപ്പോൾ തുടരുന്നതുമായ ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയാൻ ഈ ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ആ പ്രവൃത്തിയുടെ സമയ ദൈർഘ്യത്തിനാണ് പ്രാധാന്യം. അവൻ 1 മണിക്കൂറായി കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. He has been drinking coffee for an hour. അവൻ 1 മണിക്കൂറായി നടന്നുകൊണ്ടിരിക്കുകയാണ്. He has been walking for an hour. സബ്ജക്റ്റ് ഉണ്ട്, ഹാവോ ഹാസോ ഉണ്ട്, അത് കഴിഞ്ഞൊരു ബീൻ ഉണ്ട്, വെർബിന്റെ കൂടെ ing. അതാണ് അതിന്റെ ഫോർമാറ്റ്. സബ്ജക്റ്റ് ഹാസ് ഓർ ഹാവ് ഓർ ഹാസ്, പിന്നെ ബീന്, വെർബിന്റെ കൂടെ ing. കഴിഞ്ഞ കാലത്ത് തുടങ്ങിയതും ഇപ്പോൾ തുടരുന്നതുമായ ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയാൻ ഈ ടെൻസ് ഉപയോഗിക്കുന്നു. ഈ പ്രവൃത്തിയുടെ സമയ ദൈർഘ്യത്തിനാണ് ഇതിൽ പ്രാധാന്യം നൽകുന്നത്. അവൻ 1 മണിക്കൂറായി കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. He has been drinking coffee for an hour. He has been walking for an hour. ഈ വാക്യം പറയുന്നത് അവൻ 1 മണിക്കൂർ മുൻപ് കാപ്പി കുടിക്കാൻ തുടങ്ങി, അതിപ്പോഴും തുടരുന്നു എന്നാണ്. പ്രവൃത്തിയുടെ തുടർച്ചയ്ക്കും സമയ ദൈർഘ്യത്തിനും ഇവിടെ ഊന്നൽ. നമുക്കിനി അടുത്ത സിമ്പിൾ പാസ്റ്റ് ടെൻസ് നോക്കാം. He wrote a letter yesterday. അല്ലെ? അതേപോലെ തന്നെ അപ്പൊ അവൻ ഇന്നലെ ഒരു കത്ത് എഴുതി. കഴിഞ്ഞ കാലത്തെ ഒരു പ്രത്യേക സമയത്ത് പൂർത്തിയായ പ്രവൃത്തികളെ കുറിച്ച് പറയാൻ ഈ ടെൻസ്. പ്രവൃത്തി പൂർണ്ണമായും കഴിഞ്ഞു, അതിനിപ്പോൾ യാതൊരു ബന്ധവുമില്ല. പ്രവൃത്തിയിലും അത് നടന്ന സമയത്തിലുമാണ് ഇതിന്റെ ശ്രദ്ധ. അവൻ ഇന്നലെ ഒരു കത്തെഴുതി. He wrote a letter yesterday. He walked yesterday. സബ്ജക്റ്റും വെർബും ആണ് അല്ലെ? ഈ വാക്യം സൂചിപ്പിക്കുന്നത് കത്തെഴുതുക എന്ന പ്രവൃത്തി പൂർണ്ണമായും കഴിഞ്ഞു, അത് ഇന്നലെ എന്ന പ്രത്യേക സമയത്ത് സംഭവിച്ചു. അപ്പോ സെന്റൻസ് tell us that action of writing is completely finished and it happened at a specific time. Yes. നമുക്ക് അടുത്തതിലേക്ക് പോകാം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. He was writing a letter when phone rang. അതുപോലെ തന്നെ he was walking when I saw. ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ നടക്കുകയായിരുന്നു. മോളില് ഫോൺ ബെൽ അടിച്ചപ്പോ അവൻ കത്തെഴുതുകയായിരുന്നു. കഴിഞ്ഞ കാലത്തെ ഒരു പ്രത്യേക സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയാൻ, കഴിഞ്ഞ കാലത്ത് ഒരു പ്രത്യേക സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയാൻ ഈ ടെൻസ്. ഒരു ചെറിയ പ്രവൃത്തി മറ്റൊരു വലിയ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുമ്പോൾ നമ്മൾ കണ്ട് ബെല്ലടിച്ചപ്പോ ഈ ടെൻസ് ഉപയോഗിക്കാറുണ്ട്. കഴിഞ്ഞ കാലത്തെ പ്രവൃത്തിയുടെ തുടർച്ചയിലാണ് ഇതിന്റെ ശ്രദ്ധ. ഫോൺ ബെല്ലടിച്ചപ്പോൾ അവനൊരു കത്ത് എഴുതുക. He was writing a letter when the phone rang. ഈ വാക്യം സൂചിപ്പിക്കുന്നത് കത്ത് എഴുതുക എന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ ബെല്ലടിച്ചു എന്ന ചെറിയ പ്രവൃത്തി അതിനെ തടസ്സപ്പെടുത്തി എന്ന്. The sentence describes a longer action, writing, that was happening when a shorter, interrupting action, the phone ringing. He was walking when I saw. നമ്മൾ കണ്ടപ്പോ അവൻ നടക്കുക. ഞാൻ അവനെ കണ്ടപ്പോ അവൻ നടക്കുക. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നോക്കാം. കഴിഞ്ഞ കാലത്ത് നടന്ന 2 പ്രവൃത്തികളിൽ ആദ്യം നടന്നതിനെ കുറിച്ച് പറയാൻ ഈ ടെൻസ് ഉപയോഗിക്കും. 2 ഭൂതകാല സംഭവങ്ങളുടെ ക്രമം വ്യക്തമാക്കാൻ ഇത് സഹായിക്കുന്നു. അവൻ പോസ്റ്റ് ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് കത്തെഴുതി. He had written the letter before he went to the post office. The sentence clarifies that action of writing the letter was completed first, and only after that did he go to the
പോസ്റ്റ് ഓഫീസ്. അപ്പോ അതിന്റെ ഒരു ഘടന എങ്ങനെയാ? സബ്ജക്റ്റ് വരും, ആഡ് വരും, ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിളും വരും അല്ലെ? വെർബിന്റെ കൂടെ ED ഫോമിലുള്ളത്. He had worked before it rained. മഴ പെയ്യുന്നതിന് മുമ്പ് അവൻ നടന്നു. He had written the letter before he went to the post office. മഴ പെയ്യുന്നതിന് മുമ്പ് അവൻ നടന്നിരുന്നു. He had walked before it rained. അവൻ പോസ്റ്റ് ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് കത്ത് എഴുതിയിരുന്നു. He had written the letter before he went to the post office. നമുക്ക് അടുത്ത പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നോക്കാം. കഴിഞ്ഞ കാലത്ത് ഒരു നിശ്ചിത സമയം വരെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയാൻ ഈ ടെൻസ് ഉപയോഗിക്കും അല്ലെ? അതായത് the sentence highlights that the action of writing has been going on continuously for a full hour before a second past event, the mother's call occurred. അപ്പോ രണ്ടാമത്തെ പ്രവൃത്തിക്ക് തൊട്ട് മുമ്പ് നടന്ന ആദ്യത്തെ പ്രവൃത്തിയുടെ സമയദൈർഘ്യത്തിന് ഇത് ഊന്നൽ നൽകുന്നു. ഉദാഹരണം, അവന്റെ അമ്മ വിളിച്ചപ്പോൾ അവൻ 1 മണിക്കൂറായി കത്തെഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാക്യം ഊന്നി പറയുന്നത് അമ്മ വിളിക്കുന്നതിന് മുമ്പ് കത്തെഴുതുക എന്ന പ്രവൃത്തി തുടർച്ചയായി 1 മണിക്കൂറോളം നടന്നുകൊണ്ടിരുന്നു എന്ന്. The sentence highlights that action of writing had been going on continuously for a full hour before a second past event. അത് his mother's call occurred. അപ്പോ അതിന്റെ ഒരു ഘടന എങ്ങനെയാന്ന് ചോദിച്ചാൽ, സ്ട്രക്ചർ എങ്ങനെയാന്ന് ചോദിച്ചാൽ, സബ്ജക്റ്റ്, പിന്നെ ഒരു ഹാഡ് ബീൻ ഉണ്ട്, വെർബിന്റെ കൂടെ ING കൂടെ ഉണ്ട്. He had been walking for an hour before it rained. അല്ലെ, മഴ പെയ്യുന്നതിന് മുമ്പ് അവൻ 1 മണിക്കൂർ നടന്നായിരുന്നു. He had been writing the letter for an hour when his mother called. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് പറഞ്ഞത്. ഇനി നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ച് പറയാം. ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയാൻ ഈ ടെൻസ് ഉപയോഗിക്കുന്നു. ഇത് ഭാവിയെ കുറിച്ചുള്ള ഒരു പൊതുവായ പ്രസ്താവനയോ ഒരു പ്രവചനമോ അല്ലെങ്കിൽ പെട്ടെന്നൊരു തീരുമാനമോ ആകാം. അവൻ അടുത്ത മാസം ഒരു കാർ വാങ്ങും അല്ലെ? He will buy a car next month. He will buy a car next month. പിന്നെന്താണ്? He will walk tomorrow. അവൻ നാളെ നടക്കും. സബ്ജക്റ്റ്, അതിന്റെ കൂടെ വില്ലോ ഷാളോ ഉണ്ട്, പിന്നെ വെർബും ഉണ്ട് അല്ലെ? അപ്പൊ അതാണ് സിമ്പിൾ ഫീച്ചർ. അവൻ നാളെ നടക്കും, അവൻ അടുത്ത മാസം ഒരു കാറ് വാങ്ങും. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് നോക്കാം. At 8 PM tonight he will be watching a movie. ഭാവിയിൽ ഒരു പ്രത്യേക സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയാൻ ഈ ടെൻസ് ഉപയോഗിക്കുന്നു. ഭാവിയിലെ ആ നിമിഷത്തിൽ പ്രവൃത്തിയുടെ തുടർച്ചയ്ക്കാണ് ഇതിൽ പ്രാധാന്യം. ഇന്ന് രാത്രി 8 മണിക്ക് അവനൊരു സിനിമ കാണുകയായിരിക്കും അല്ലെ? At 8 PM tonight he will be watching a movie. ഈ വാക്യം പറയുന്നത് അവൻ 8 മണിക്ക് സിനിമ കാണാൻ തുടങ്ങുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യുമെന്നല്ല, മറിച്ച് ആ കൃത്യസമയത്ത് സിനിമ കാണുക എന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കും. The sentence does not state that he will start or finish watching at 8 PM, but rather that the action of watching will be in progress at that exact time. അതിന്റെ ഒരു സ്ട്രക്ചർ നോക്കുക. സബ്ജക്റ്റ് ഉണ്ട്, വില്ലോ ഷാളോ ഉണ്ട്, അതിന്റെ കൂടെ ബി ഉണ്ട്, വെർബിന്റെ കൂടെ ING ഉണ്ട്. He will be walking. സബ്ജക്റ്റ് he, വില്ലുണ്ട് അല്ലെങ്കിൽ ഷാളാകാം, ബി ഉണ്ട്, വെർബിന്റെ കൂടെ വാക്ക് ING ഉണ്ട്. The future continuous tense is used for action that will be in progress at a specific time in the future. The focus is on the continuity of the action at that future moment. ഇനി നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് നോക്കാം. അതെന്താണ്? He will have walked 5 kilometers by then. അപ്പോഴേക്ക് അവൻ 5 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. ഭാവിയിൽ ഒരു പ്രത്യേക സമയത്തിന് മുമ്പ് അല്ലെങ്കിൽ
മറ്റൊരു സംഭവം നടക്കുന്നതിന് മുമ്പ് പൂർത്തിയാക്കുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയാൻ ഈ ടെൻസ് ഉപയോഗിക്കുന്നു. ഭാവിയിലെ ഒരു സമയമാകുമ്പോഴേക്കും പ്രവൃത്തി പൂർത്തിയാകുമെന്നതിനാണ് ഇതിൽ ഊന്നൽ. അവൻ അടുത്ത മാസം ആകുമ്പോഴേക്കും കാർ വാങ്ങിയിട്ടുണ്ടാവും. He will have bought the car by next month. അതിന്റെ സ്ട്രക്ചർ നോക്കുക. സബ്ജക്റ്റ് പ്ലസ് will or shall പ്ലസ് have വെർബ്. നമ്മള് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അവിടെ ഉപയോഗിക്കും. PP ആണ് വോക്ഡ്. വോക്ഡ് എന്നുള്ള വാക്കാണ് അല്ലെ. ഈ വാക്യം ഊന്നി പറയുന്നത് കാർ വാങ്ങും. He will have bought the car by next month. The future perfect tense is used to describe an action that will be completed before a specific time or another event in future. It focuses on the completion of the action by the future. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഭാവിയിൽ ഒരു പ്രത്യേക സമയം വരെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നതും ഒരു പ്രത്യേക കാലയളവ് പൂർത്തിയാക്കുന്നതുമായ ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയാൻ ഈ ടെൻസ് ഉപയോഗിക്കുന്നു. ഭാവിയിൽ ആ സമയം വരെ തുടരുന്ന പ്രവൃത്തിയുടെ കാലദൈർഘ്യത്തിനാണ് ഇതിന് പ്രാധാന്യം. അടുത്ത ജൂലൈ ആകുമ്പോഴേക്ക് അവൻ ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷം പൂർത്തിയാകും. ഈ വാക്യം ഊന്നി പറയുന്നത് അടുത്ത ജൂലൈ ആകുമ്പോഴും ജോലി ചെയ്യുന്ന പ്രവൃത്തിക്ക് തുടർച്ചയായി 5 വർഷം തികയും എന്നാണ്. By next July, he will have been working at this company for 5 years. അപ്പോ നമ്മള് ഇവിടെ ആ 12 ടെൻസും എക്സ്പ്ലെയിൻ ചെയ്തു. ഇതുമായിട്ട് നമുക്ക് ഇത് വീഡിയോ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. പ്ലീസ് ഡു ഇറ്റ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ്. Okay, thank you all.